രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ചോറിട്ടു. ഇതാ കോഴിയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് അടുത്ത പണിയായി. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചെമ്മീൻ, ഇത് ലുലുവിന്ന് വാങ്ങിച്ച കേട്ടോ, വിലക്കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 50% ഡിസ്കൗണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഫിഷിൻ്റെയും മീറ്റിൻ്റെയും സ്ഥലത്ത് 50% ഒന്നുമല്ല, പക്ഷേ കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു. ഇത് 420 രൂപ, ഈ വലിയ കൊഞ്ച് ചെമ്മീൻ 420 രൂപയായിരുന്നു. ഞാൻ 1/2 കിലോ വാങ്ങിച്ചു. ഇത് നമുക്കിന്ന് മാങ്ങ ഇട്ട് വെക്കുന്നതല്ല, പക്ഷേ ഞാൻ കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെക്കാൻ പോവാം. സൂപ്പറാണ്. പിന്നെ നമ്മുടെ കോവയ്ക്കായും മെഴുക്ക് വരട്ടും സൂപ്പറാണ്. പോരെ, നമുക്ക് വീണ്ടും കാണാമേ, ഓരോരോ കാര്യങ്ങൾ കാണിക്കാമേ. വീഡിയോസൊക്കെ ഇടുമ്പം താമസിക്കുവേ. എന്നാന്നറിയാം, ഐഫോണിൽ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് തംബ്നെയിലൊക്കെ ഇടാൻ എനിക്കറിയത്തില്ല. തെറ്റിപ്പോയ ആരൺ എന്നെ കൊല്ലും. അപ്പോൾ ആരൺ എക്സ്ട്രാ ക്ലാസ് ഇല്ലേ 3:15 വരും. വരുമ്പോഴേ ചോദിക്കുന്ന വീഡിയോ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോയെന്നാണ്. കഴിഞ്ഞ ദിവസമൊക്കെ എടുക്കാത്തതിന് വഴക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങ് എടുത്ത് വെച്ചേക്കാം. ആരൺ വരുമ്പോഴേ എളുപ്പമെന്ന് റെഡിയാക്കി തരും. ഒരു 6 മണിക്ക് മുന്നേ ഇടാമല്ലോ. 8 മണിക്ക് എല്ലാ ദിവസവും രാത്രിയിൽ 8 തൊട്ട് രാത്രി 9:30 വരെ നമ്മുടെ ജോമാസ് വേൾഡിൻ്റെ ലൈവ് ഉണ്ട്. എല്ലാവരും സഹകരിക്കണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ലൈവിൽ കയറുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ, ഒളിഞ്ഞിരിക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യണേ. സ്ക്രീനിലൊന്ന് 2 പ്രാവശ്യം തൊട്ടാൽ മതി, അപ്പോൾ ലൈക്ക് ആവും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മേളിൽ 4 കുത്തില്ലേ, 4 ഡോട്ട്, അതിൽ ടച്ച് ചെയ്യുമ്പോൾ ലൈക്ക് എന്നുള്ളിടത്ത് ലൈക്ക് എന്നിങ്ങനെ വരും. അപ്പോൾ ആ ലൈക്കിലൊന്ന് തൊട്ടാൽ മതി. സഹകരിക്കണേ. കഷ്ടപ്പാട് ഒത്തിരി ഉണ്ട് യൂട്യൂബേഴ്സിന്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇതാ നമ്മളുടെ ചെമ്മീൻ കറി വെക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവുക. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടു, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു, 5-8 ചെറിയ ഉള്ളി ഇട്ടു, 1 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി ഇട്ടു. ഇത്രയും ചെയ്തു. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി വെക്കാം. ദാ പാൻ അടുപ്പത്ത് വെച്ചു, ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുകും ഉലുവായും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവായും പൊട്ടി. ഇനി നമുക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടു. വെളുത്തുള്ളി വേണ്ട കേട്ടോ, തേങ്ങ അരച്ച കറിക്ക് വെളുത്തുള്ളി വേണ്ട. ഇഞ്ചി നമ്മൾ അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങയുടെ കൂടെ അരച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളകിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വെക്കുന്ന സ്റ്റൈലാണ്, നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. ചെമ്മീൻ ഇട്ട് കൊടുത്തു. ഇനി തീ കൂട്ടി വെച്ചു. അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇത്രയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏത് വേണേലും ഒഴിക്കാം. ഓക്കെ, ഞാൻ ചൂടുവെള്ളം ഒഴിക്കാൻ പോകുന്നത്. വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 കുടംപുളി കീറിയിട്ടാണ് കഴുകി വൃത്തിയാക്കിയത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കല്ല്, ഈ ചൂടുവെള്ളം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. സൂപ്പറാണ്. 1/2 ഗ്ലാസ് കൂടെ ഒഴിക്കും. ഇതൊന്ന് മുങ്ങിക്കിടക്കണമല്ലോ, വേഗണമല്ലോ. ഒത്തിരി വെന്ത് പോലെ റബ്ബർ പോലെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇളക്കി കൊടുക്കട്ടെ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേ. ഇനിയിപ്പോൾ ഒന്ന് മൂടി വെച്ച് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരുപാട് വേഗരുതേ.
അടുത്ത് നമുക്കൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയല്ലേ, നമ്മുടെ കോവയ്ക്ക. കുറച്ച് എണ്ണ കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് ഇടുന്നില്ലേ. ആദ്യം കുറച്ച് കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പില ഇട്ടു. ഇനി ഉപ്പുകല്ലിടാം. ഇനി ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കോവയ്ക്കായും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണേ. ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചത് കൊണ്ട് ഇതിന് പച്ചമുളക് ഇടാതെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് തീ കുറച്ച് തന്നെ ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒത്തിരി വേഗണ്ട, അഴുക്ക പച്ചക്കറി വേഗരുത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. അരപ്പ് നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ അരയാത്ത പോലെ തോന്നുന്നത് ഇളക്കാഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇനി ഇതിരുന്നൊന്ന് തേങ്ങയുടെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ, ഒന്ന് തിളക്കട്ടെ. അരപ്പിട്ടപ്പോൾ ശക്കല ഉപ്പ് വേണം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ചെമ്മീൻ പിന്നെ തേങ്ങ അരച്ച് വെക്കുന്ന കറി. ഇനി ഇതൊന്ന് നല്ലതായിട്ട് തിളക്കട്ടെ കേട്ടോ, ഒന്ന് കുറുകി വരട്ടെ. ഇതാ നമ്മളുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പറ്റിയാൽ മതി. കോവയ്ക്കയുടെ വെള്ളം ആകണ്ടോ, മൂടി വെച്ചപ്പോഴേ. ഇനി അതൊന്ന് പറ്റിയാൽ മതി, തോർത്തി എടുക്കാം കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് പറ്റി വരണം കേട്ടോ നല്ലതായിട്ട്. ഞാൻ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പം ഓഫ് ചെയ്ത് മൂടി വെച്ചാൽ മതി. പക്ഷേ ആവശ്യക്കാർക്കൊന്ന് കടുക് താളിക്കാം. ആദ്യമേ നമ്മൾ കടുക് താളിച്ച് വെച്ചതുകൊണ്ട് വേണ്ട, എനിക്ക് ഒട്ടും താല്പര്യമില്ല അധികം എണ്ണ ഒഴിക്കുന്നത്. പക്ഷേങ്കിൽ ഒരു ഭംഗിക്ക് ഒരു രസത്തിന് ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും 2 കടുക് ഉലുവയൊക്കെ 2 ഉലുവ, വീണ്ടും 2 കടുക് ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, അത്രയിട്ട്. കറിവേപ്പില, വറ്റൽമുളക്, ചുമന്നുള്ളി. അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. തീ ഓഫ് ചെയ്തു, ഒഴിച്ചു കൊടുത്തു. ഇനി അത് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ചെരിച്ച് മൂടി വെക്കാം. ഇപ്പോൾ ഇളക്കണ്ട, നമ്മൾ വിളമ്പാൻ നേരം ഇളക്കാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളുടെ കറിയൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുവാണേ. ഞാൻ ചോറുണ്ണാൻ പോവും, അതുകൊണ്ടാണ്. നല്ല മണം വരുന്നുണ്ട്. ചെമ്മീനൊക്കെ നല്ല വെന്ത് വരുമ്പോൾ ഒരു സൂപ്പർ മണമല്ലേ. ഇനി നമുക്ക് വിളമ്പി കൊടുക്കാം. വിളമ്പി കൊടുക്കുകയല്ല, എനിക്ക് തന്നെയാണ്. കുടംപുളി മാറ്റട്ടെ. ഞാൻ ചോറുണ്ണാൻ പോവാം. നമ്മുടെ കോവയ്ക്കായും പപ്പടവും ഒരു തക്കാളിയൊക്കെ വെക്കാം. നല്ല കുറുക്കിയ ചാറും നമുക്ക് ഉണ്ണാവേ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറയാം. ചെരിച്ച് മൂടി വെക്കണേ. ഇതാ ഇങ്ങനെ, അല്ലെങ്കിലേ കറി അഴുക്കാവൂന്നാണ് പറയുന്നത്. ഇനി ഉണ്ണട്ടെ. ഞാൻ പാചകം കാണിക്കുന്നില്ല, കഴിച്ച് കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇപ്പം പരാതിയുണ്ട്. അപ്പോൾ ഇതാ ചെമ്മീൻ അങ്ങോട്ട് ചൂടുണ്ടേ. ചെമ്മീൻ എടുക്കുന്നു. നല്ല ചൂടാണ്. കുറച്ച് ഗ്രേവി എടുക്കുന്നു. ആദ്യം ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് എല്ലാം കൂടെ കൂട്ടി കഴിക്കാം. ഓ
പറഞ്ഞ് അറിയിക്കാൻ മേലാത്ത ടേസ്റ്റാണ്. നമ്മുടെ സ്വന്തം കോവയ്ക്ക. ഞാൻ ചുമ്മാ പറയുന്നതല്ലെന്ന് നിങ്ങൾക്ക് കറി കാണുമ്പോൾ അറിയരുതോ. തക്കാളി ഫുള്ള് വെച്ചേക്കാം, എനിക്കിഷ്ടം. പപ്പടം, നല്ല മണം വരും. മുഖത്തെ എക്സ്പ്രഷൻ കാണിക്കണമായിരുന്നല്ലേ, പക്ഷെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സ്റ്റൈലില്ല. ആരൻ ഉണ്ടായിരുന്നെങ്കിൽ ആരൻ കഴിക്കുന്ന കാണിക്കായിരുന്നു. എനിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. കണ്ടോ ഇതിൻ്റെ എന്ത് ടേസ്റ്റാ. അൺസഹിക്കബിൾ ടേസ്റ്റ്. ചെമ്മീൻ്റെ ആ മുതുകത്തുള്ള നാരൊക്കെ എടുത്ത് കളയണേ. ഓക്കെ, ഇനി രുചിച്ച് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചെമ്മീൻ കറി കോവയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും രാത്രി 8 മണി തൊട്ട് 9:30 വരെ ലൈവ് ഉണ്ട് ജോമാസ് വേൾഡ്. ഫേസ്ബുക്കിൽ ജോമ ഡേവിഡും ജോമാസ് വേൾഡും ബെറാക്ക മിനിസ്ട്രി എന്ന് പറഞ്ഞതിൻ്റെ അത് ഞാൻ ഇതുവരെ പറയാൻ മറന്നു. ആത്മീയ ചാനലുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ജോമാസ് വേൾഡ് ഉണ്ട്. എല്ലാം ഓർത്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.